എന്താ ഏട്ടാ ഒരു സംശയം, നമ്മളെങ്ങനെയാ അവളെ കണ്ട തിരിച്ചറിയാ? എടാ മണ്ട, ഈ വഴി നമ്മുടെ വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാ. ഇതിലേ വരുന്ന പെണ്ണ് ആരാണോ അവളാണ് അനുരാധ. ഏട്ടാ, അമ്മയുടെ കയ്യിൽ അവളുടെ ഒരു ഫോട്ടോ കാണുമെന്ന് ചോദിക്കായിരുന്നു. തെറ്റുപറ്റുണ്ടല്ലോ. ഫോട്ടോ ഒന്നും ഇല്ല. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരാളുടെ സ്കിന്ന് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സത്യം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ആളെ കണ്ടാലും ഒരു ബ്യൂട്ടീഷ്യന് സ്ഥലം പറയാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങളെ കണ്ടാൽ എനിക്കറിയാം നിങ്ങൾ കേരളത്തിലുള്ള ആളുകളാണെന്ന്. അതെ, നമ്മൾ ഈ നാട്ടിലെ ഗുണ്ടകളാണെന്നല്ലേ പറയാൻ പോകുന്നത്. പക്ഷേ പെർഫോം ചെയ്യണ്ടേ? ഞാനും ഭീമേട്ടനും പിടിച്ചു നിൽക്കും. നിങ്ങളോ? ഏട്ടാ, ഇവരെ ഒന്ന് മേക്കപ്പ് ചെയ്യായിരുന്നു ഒരു ലുക്കിന്. എന്നാ ഇത് അവിടെ വെച്ച് പറയണ്ടേ? ഞാൻ ടൂൾസ് ഒന്നും എടുത്തിട്ടില്ല ഏട്ടാ. ഗുണ്ടകൾ ബ്യൂട്ടി പാർലറിനാണോ വരുന്നത്? ഈടെ അലമ്പായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭീമേട്ടന് മേക്കപ്പ് ചെയ്യണ്ട. ഇപ്പൊ തന്നെ നല്ല അലമ്പ് ലുക്ക് ആണോ? ഞാനിപ്പോ ശരിയാക്കി തരാം. ഒന്ന് ശ്വാസം പിടിക്കടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അസല് ഗുണ്ട. ഇനി എല്ലാരും ഒന്ന് ചേഞ്ച് ആവും. എടാ, കൈയൊക്കെ മടക്കി വെക്കടാ. മടക്കി കുത്ത്. ഓക്കെ. ഏട്ടനൊന്നും ചെയ്യാത്തെ? ചെയ്തിട്ട് കാര്യമില്ലടാ, എനിക്ക് ഗുണ്ടാലുക്ക് കിട്ടില്ല. അയ്യടാ, ആ മുണ്ടൊന്ന് മടക്കി കുത്തിക്ക്. കുത്തു കുത്തു ഞാൻ ചെയ്യാം. ഇപ്പൊ കണ്ട വല്ല വെട്ടുധർമ്മനെന്നോ മുള്ളം ധർമ്മനെന്നൊക്കെ പറയൂ. കറക്റ്റ് ഗുണ്ട ആണോ? ഏട്ടാ, നമ്മളൊക്കെ പേര് മാറ്റി പറയണോ? ഓ എടാ, നമ്മൾ ഈ നാട്ടിലെ ഗുണ്ടകൾ. കോവിലകത്തിലും അവിടുത്തെ ആളുകൾക്ക് നമ്മളിവിടെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുക. അതെന്തിന്? എടാ, ഗുണ്ടകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അവിടെ നിന്നാരെങ്കിലും പുറത്തേക്കോ പുറത്തുനിന്നാരെങ്കിലും അകത്തേക്കോ വന്നാൽ നമുക്കത് തടയാം. അതാണ് ഊരുവിലക്ക്. മനസ്സിലായ? ഈ കോവിലകത്തേക്കുള്ള വഴിയതാ. എയർപോർട്ടിൽ നിന്നാണോ? താൻ എവിടുന്നാ? അതെ, ഇത് തന്നെ. ഒരു പെണ്ണ് തനിച്ചാണോ കാരണത്ത്? അതെ, ഒരു നാശം പിടിച്ച പെണ്ണ്. വണ്ടി ഒന്ന് കേറിയിട്ട് കുറെ നേരമായി. വാടക പറഞ്ഞപ്പോ അരമണിക്കൂർ തർക്കിച്ചു. പിന്നെ നാട് മുഴുവൻ കോവിലകം കോവിലകം എന്നും പറഞ്ഞ് അലച്ചിലുമായിരുന്നു. മിക്കവാറും ഇറക്കേണ്ടടുത്ത് ഇറക്കിയിട്ട് ഞാൻ 2 പൊട്ടിച്ചിട്ടേ പോവും. കൾച്ചർലെസ്. 2-3 തവണ വണ്ടിയിൽ ഇരുന്ന് അനാവശ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ വാൺ ചെയ്തതാ. തനിക്ക് എന്നെ അടിക്കണോ അല്ലേ? എടോ, ഡൽഹി തെരുവുകളിലെ അഗ്ലി ടാക്സി ഡ്രൈവേഴ്സിനോട് ഫൈറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്തവളാ ഈ അനുരാധ. ഇനി ഒരു മോശം വാക്ക് തന്റെ വായിൽ നിന്ന് വീണ, I will kill you. വണ്ടി എടുക്ക്.